തങ്ങളെ വരെയുള്ള സർവപ്രവാചകന്മാരും അവരുടെ സമുദായങ്ങൾ മുഴുവനും നാളെ പടച്ചുറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളതാ അവിടുന്നൊരു സിംഹാസനം കൊണ്ടുവരികയാണ്. മനോഹരമായ ഒരു സിംഹാസനം, കണ്ടാ കൊതി തോന്നുന്ന, കണ്ടാ അത്ഭുതം തോന്നുന്ന മനോഹരമായ ഒരു സിംഹാസനം ഇങ്ങനെ കൊണ്ടുവരികയാണ്. എല്ലാവരും അതിലേക്ക് നോക്കുകയാണ്. ആർക്കുള്ളതാ പടച്ചവനെ? ആ സിംഹാസനം ആർക്കുള്ളതാണ്? പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ ആ സിംഹാസനം ആർക്കുള്ളതാ നബിയേ? പ്രവാചകന്മാർക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല സഹാബാ, സുഹൃതാക്കൾക്കുള്ളതാണോ? അല്ല സ്വഹാബാ, പിന്നെ ആർക്കുള്ളതാ നബിയേ? ആ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, ആ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, അതാർക്കുള്ളതാ നബിയേ? അതിന്റെ അവകാശികൾ ആരാ നബിയേ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അതാ ഒരു സ്വർണത്തിന്റെ മനോഹരമായ സിംഹാസനമുണ്ടല്ലോ, അത് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അതിലെല്ലാവരും ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനകത്തിരിക്കുന്ന മനുഷ്യനാരെന്നറിയുമോ? ആ സിംഹാസനത്തിന്റെ അവകാശിയാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, സ്വഹാബാ അൽ മുതഹാബൂന ഫില്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നു. ആദം നബി മുതൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും അവരുടെ അനുയായികളും എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആണ് മനോഹരമായ സിംഹാസനം. അത് കാണുമ്പോൾ എല്ലാവർക്കും അതിലൊന്നിരിക്കാൻ, അത് അല്ലാഹുവേ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്നു. മുത്തുനബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ അത് പ്രവാചകന്മാരുടെ ഇരിപ്പിടമാണോ? അല്ല, അത് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കൾക്കുള്ളതാണോ? മുത്തുനബി പറഞ്ഞു, അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ.